പ്രതിദിന ചിന്തകളുടെ 75-ാം അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാങ്കേതിക നിർവഹണം സൗപർണിക സ്റ്റുഡിയോ മുക്കം. അവതരണം KV പ്രസാദ് മുക്കം. ഇരുണ്ട കാലങ്ങളിലൂടെ സമൂഹം കടന്നു പോകുമ്പോൾ ഒരു നെയ്ത്തിരിനാളം പോലെ അവരെത്തും. ജ്വലിക്കുന്ന പന്തമായി മാറി ആ കാലഘട്ടത്തിലെ ഇരുട്ടിനെ അകറ്റും. പിന്നെ ചരിത്രത്തിൻ്റെ ചക്രവാളത്തിൽ സൂര്യ തേജസ്സായി നിറഞ്ഞു നിൽക്കും. അധസ്ഥിത വിഭാഗത്തിൻ്റെ ജ്വലിക്കുന്ന തീപ്പന്തമായിരുന്നു മഹാത്മാ അയ്യങ്കാളി. കിരീടം വെക്കാത്ത രാജാവ് എന്നായിരുന്നു അയ്യങ്കാളിയെ മഹാത്മജി വിശേഷിപ്പിച്ചിരുന്നത്. അയ്യങ്കാളി ഒരു ആധ്യാത്മിക ആചാര്യനായിരുന്നില്ല. ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുദേവനെയും പോലെ അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനുമായിരുന്നില്ല. എന്നാൽ സമൂഹം എന്ന സർവകലാശാലയിൽ നിന്ന് ആർജിച്ച അനുഭവ പാഠങ്ങൾ അദ്ദേഹത്തിന് വേണ്ടത്ര ഉണ്ടായിരുന്നു. 1863 ആഗസ്റ്റ് 28 കൊല്ലവർഷം 1039 ചിങ്ങം 14 വെങ്ങാനൂർ പെരുങ്കാറ്റുവിളയിൽ അയ്യൻ്റെയും മാലയുടെയും പുത്രനായി കാളി ജനിച്ചു. പിതാവിൻ്റെ പേരുകൂടെ ചേർത്ത് പിൽക്കാലത്ത് അയ്യങ്കാളി എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരിക്കൽ ബാലനായിരുന്ന കാളി കൂട്ടുകാരുമൊത്ത് ഓണപ്പന്ത് കളിക്കുകയായിരുന്നു. പന്തുയർന്ന് അടുത്തുള്ള ഒരു ജന്മിയുടെ വീടിൻ്റെ മുകളിൽ വീണു. കോപാകുലനായ ജന്മി ബാലനെ കണക്കറ്റം ശകാരിച്ചു, ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു. ഈ ഒരു നിമിഷം അയ്യങ്കാളിയുടെ മനസ്സിൽ വീണ തീപ്പൊരിയാണ് പിൽക്കാലത്ത് ആളിപ്പടർന്ന് അയ്യങ്കാളി എന്ന വ്യക്തിത്വത്തിന് രൂപം നൽകിയത്. ജാതിയുടെ ഭീകരവാഴ്ചയിൽ കാളിക്ക് എഴുതാനും വായിക്കാനും യോഗമില്ലാതെ പോയി. എങ്കിലും ജാതീയതയെ നേരിടാനുള്ള തയ്യാറെടുപ്പിൻ്റെ തുടക്കം എന്ന നിലയിൽ ആ ഗ്രാമത്തിൽ നിന്നും അദ്ദേഹം അടി, തട, ഗുസ്തി, മർമ്മവിദ്യ തുടങ്ങിയവ അഭ്യസിച്ചു. പുലയ യുവാക്കളുടെ സന്നദ്ധ സേനയ്ക്ക് രൂപം കൊടുത്തു. അയ്യങ്കാളി നയിച്ച സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ജാഥ കേരളത്തിൽ യാഥാസ്ഥിതിക സമൂഹത്തിനെതിരായ ആദ്യത്തെ ഇടിമുഴക്കമായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കാൻ പോലും അവകാശമില്ലാതിരുന്ന വഴികളിലൂടെ 2 വെള്ളക്കാളകളെ കെട്ടിയ ആ വില്ലുവണ്ടി മണിമുഴക്കിക്കൊണ്ട് കുതിച്ചു പാഞ്ഞു. വണ്ടിയിൽ പതിവ് പോലെ തമ്പ്രാക്കന്മാരായിരുന്നില്ല ഉണ്ടായിരുന്നത്. മറിച്ച് തമ്പ്രാക്കന്മാരെ നെഞ്ചുറപ്പോടെ നേരിട്ട മഹാനായ ഒരു വിപ്ലവകാരിയായിരുന്നു. തലയിൽ വട്ടക്കെട്ട്, അരക്കയ്യൻ ബനിയൻ, മേൽമുണ്ട്. വേഷം സവർണരുടേതുപോലെ തന്നെ. മേൽമുണ്ട് മാറ്റാൻ പറഞ്ഞ് വില്ലുവണ്ടി വളഞ്ഞവരെ എതിരിടാൻ അരയിൽ ഒരു കഠാര കരുതിയിരുന്നു അദ്ദേഹം. അയിത്ത ജാതിക്കാർക്ക് വേണ്ടി അഹോരാത്രം അടരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയായിരുന്നു അത്. വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യാൻ അക്കാലത്തെ പിന്നാക്ക വിഭാഗക്കാർക്ക് അനുവാദമില്ലായിരുന്നു. ആ വിലക്കിനെ അവഗണിച്ചുകൊണ്ടാണ് അയ്യങ്കാളി വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തത്. സവർണാധിപത്യത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു 1893 അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരം. അധികം വൈകിയില്ല. അയ്യങ്കാളിക്ക് പിന്നിൽ അണിനിരക്കാൻ ആയിരങ്ങളെത്തി. സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപം കൊണ്ടു. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന് അയ്യങ്കാളി നേതൃത്വം നൽകി. തുടർച്ചയായി 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു അയ്യങ്കാളി. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കു വേണ്ടി അയ്യങ്കാളിയുടെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരായിരുന്നു സമരം. ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കാത്ത പക്ഷം നിങ്ങളുടെ പാടത്ത് ഞങ്ങൾ പണിയെടുക്കില്ല. നെല്ലിനു പകരം അവിടെ പുല്ലും കളയും വളരും, അയ്യങ്കാളി പ്രഖ്യാപിച്ചു. തുടക്കത്തിൽ സ്വയം കൃഷിയിറക്കി പിടിച്ചു നിൽക്കാൻ മാടമ്പിമാർ ശ്രമിച്ചുവെങ്കിലും അത് പരാജയമായി. പ്രതികാര ബുദ്ധിയോടെ അവർ പാടങ്ങൾ തരിശിട്ടു. തൊഴിലില്ലാതെ കർഷക തൊഴിലാളികൾ ദുരിതത്തിലായി. എങ്കിലും സമരത്തിൽ നിന്നും പിന്മാറാൻ അവർ തയ്യാറായില്ല. നിലവറയിലെ നെല്ല് തീരുകയും മറ്റാളുകളെ കൊണ്ട് കൃഷി നടത്താനാവാതെ വരികയും ചെയ്തതോടെ പട്ടിണി മുന്നിൽ കണ്ട്
ജന്മിമാർ ഒടുവിൽ കീഴടങ്ങി. അയിത്ത ജാതിക്കാർക്ക് സ്കൂൾ പ്രവേശനം ഉറപ്പുവരുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയതോടെ സമരം അവസാനിച്ചുവെങ്കിലും സ്കൂൾ പ്രവേശനം ഒരു മരീചികയായി തുടർന്നു. ചരിത്രപ്രസിദ്ധമായ ഈ സമരമാണ് പിന്നീട് കേരളത്തിലുടനീളം കർഷക തൊഴിലാളി മുന്നേറ്റത്തിനും സമരങ്ങൾക്കും ഊർജം പകർന്നത്. നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു വലിയ ജനവിഭാഗമായിരുന്നു കേരളത്തിലെ പുലയ സമുദായം. കേരളത്തിൽ പണ്ടുകാലത്ത് അയിത്തം എന്ന പേരിൽ നിലനിന്നിരുന്ന ദുരാചാരത്തിൻ്റെ ഫലമായി വിദ്യാഭ്യാസം നേടുന്നതിനോ ഉയർന്ന ജോലികൾ കരസ്ഥമാക്കുന്നതിനോ ഒന്നും അവർക്ക് അവസരമുണ്ടായിരുന്നില്ല. സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ പോലും അവർക്കാവുമായിരുന്നില്ല. പറമ്പിലും പാടത്തും പകലന്തിയോളം പണിയെടുത്തിരുന്ന അവർ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞുകൂടുകയായിരുന്നു. പകലന്തിയോളം എല്ലുമുറിയെ പണിയെടുത്തിരുന്ന ഇവരുടെ ജീവിതം ഏറെ ദയനീയമായിരുന്നു. അതിക്രൂരമായ മർദ്ദനങ്ങൾ സഹിച്ച് കുത്തിയെടുത്താൽ ഒരു നേരത്തെ കഞ്ഞിക്ക് മാത്രം കഷ്ടി തികയുന്ന നെല്ലാണ് കൂലിയായി ലഭിക്കുക. അയിത്താചാരം നിലനിന്നിരുന്നതിനാൽ റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും ഇവർക്ക് അവകാശമുണ്ടായിരുന്നില്ല. പൊതുസ്ഥലങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. സവർണർ ഉപയോഗിക്കുന്ന പൊതുവഴികൾ അയിത്ത ജാതിക്കാർക്ക് പ്രാപ്യമായിരുന്നില്ല. അരയ്ക്കു മുകളിലും മുട്ടിനു താഴെയും വസ്ത്രം ധരിക്കുവാൻ അയിത്ത ജാതിക്കാർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിലണിഞ്ഞ് നടക്കുവാനും സ്ത്രീകൾ നിർബന്ധിതരായി. 1914 വിദ്യാലയ പ്രവേശന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളൂർക്കോണം പരമേശ്വരൻ്റെ മകളായ 8 വയസ്സുകാരി പഞ്ചമിയെയും കൂട്ടി അയ്യങ്കാളി നെയ്യാറ്റിൻകര താലൂക്കിലെ ഊരൂട്ടമ്പലം പെൺപള്ളിക്കൂടത്തിൽ ചേർക്കാനായി പുറപ്പെട്ടു. അയിത്ത ജാതിക്കാരെ ഒരു കാരണവശാലും വിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന് വിദ്യാലയ അധികൃതർ തീരുമാനമെടുത്തു. അതിനിടെ അയ്യങ്കാളിയെയും സംഘത്തെയും സവർണർ മർദ്ദിച്ചു. പഞ്ചമി എന്ന പുലയ ബാലികയുടെ അച്ഛൻ പരമേശ്വരനെ അക്രമി സംഘം അടിച്ച് സ്കൂൾ നടയിലേക്ക് എടുത്തെറിഞ്ഞു. എതിർപ്പ് വകവയ്ക്കാതെ അയ്യങ്കാളി പഞ്ചമിയെ പള്ളിക്കൂടത്തിലെ ബെഞ്ചിൽ കൊണ്ടിരുത്തി. ഒടുവിൽ ഇരുകൂട്ടരും തമ്മിൽ പൊരിഞ്ഞ വാക്തർക്കവും അടിപിടിയുമായി. പഞ്ചമി എന്ന പെൺകുട്ടി തൊട്ടശുദ്ധമാക്കിയ പള്ളിക്കൂടം അന്ന് രാത്രി തന്നെ സവർണർ അഗ്നിക്കിരയാക്കി. ബാക്കിയായത് ഒരു ബെഞ്ച് മാത്രം. അത് ഇന്നും ഊരൂട്ടമ്പലം UP സ്കൂളിൽ സൂക്ഷിക്കുന്നുണ്ട്. അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ ഗവൺമെൻറ് UP സ്കൂൾ ഊരൂട്ടമ്പലം എന്നാണ് വിദ്യാലയത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. അടിമത്തത്തിൻ്റെ അടയാളമായി കഴുത്തിൽ കല്ലയും മാലയും കാതിൽ ഇരുമ്പ് വളയങ്ങളും ധരിക്കണമെന്നുള്ള ജാതി ശാസനകളെ ധിക്കരിക്കാൻ അയ്യങ്കാളി സ്ത്രീകളെ ആഹ്വാനം ചെയ്തു. അയ്യങ്കാളിയെ അനുസരിച്ച സാധുജനങ്ങളെ മാടമ്പിമാർ വേട്ടയാടി. കൊല്ലം ജില്ലയിലെ പെരിനാട്ട് ക്രൂരമായ മർദ്ദനമുറകൾ അരങ്ങേറി. പല പ്രദേശങ്ങളും കലാപകലുഷിതമായി മാറി. കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് സമ്മേളിച്ച സ്ത്രീകൾ അയ്യങ്കാളിയുടെ ആഹ്വാനപ്രകാരം കല്ലയും മാലയും വലിച്ചെറിഞ്ഞു. വിപ്ലവകരമായ ഈ സാമൂഹിക മുന്നേറ്റമാണ് കല്ലുമാല സമരം. അയിത്തവും അനാചാരങ്ങളും ഉൾപ്പെടെയുള്ള ഉച്ചനീചത്വങ്ങൾ കൊടികുത്തി വാണിരുന്ന കേരളത്തിൽ അവർണർക്കു വേണ്ടി പോരാടിയ അജയ്യനായ നേതാവായിരുന്നു അയ്യങ്കാളി. അധസ്ഥിതരുടെ ഉന്നമനത്തിനും അവകാശ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ അയ്യങ്കാളി 1941 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വെങ്ങാനൂരിൽ ഒരു സ്മാരകവും വിദ്യാലയവും നിലവിലുണ്ട്. 2002 ആഗസ്റ്റ് 12 അയ്യങ്കാളിയുടെ ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 2019 തിരുവനന്തപുരത്തെ VJT ഹാൾ അയ്യങ്കാളി ഹാൾ എന്ന് പുനർനാമകരണം ചെയ്തു. നൂറ്റാണ്ടുകളായി അടിമത്തവും അസമത്വവും അനുഭവിച്ചു കഴിഞ്ഞ ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തി അസമത്വത്തിനെതിരെ പോരാടുവാൻ അവർക്ക് നേതൃത്വം നൽകിയ അയ്യങ്കാളിയുടെ ജീവിതം കേരളത്തിൻ്റെ പോരാട്ട ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരധ്യായമായി ഇന്നും നിലകൊള്ളുന്നു. പ്രതിദിന ചിന്തകളുടെ മറ്റൊരധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.